റോമർ 12:1-2. സഹോദരന്മാരെ, അതെ, ഞാൻ ദൈവത്തിന്റെ കാരുണ്യം മൂലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീക ആരാധനയായി അതായത് ബുദ്ധിയുള്ള ആരാധന, ആത്മീയ ആരാധന. ഒപ്പം നമ്മൾ ആരാധന നടത്തുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആത്മീയമായിട്ടായിരിക്കണം, ബുദ്ധിയോടുകൂടെ ആയിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ട് പാടുന്നതും കൈയടിക്കുന്നതും മാത്രമല്ല. ആരാധന എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് ആണ്, ഒരു യാഗമാണ്. അത് എങ്ങനെ അർപ്പിക്കണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആത്മീക ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ യാഗത്തിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ആ യാഗത്തിൽ ജീവൻ ഉണ്ടായിരിക്കണം. നിന്റെ ആരാധന ജീവനുള്ള ആരാധനയായിരിക്കണം. ചത്തുകുത്തിയുള്ള പ്രാർത്ഥനകൾ ദൈവത്തിന് വേണ്ട. അതായത് പ്രവൃത്തിയില്ലാത്ത ആരാധനകൾ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ട. നീ എത്ര വലിയ വർഷിപ്പ് ലീഡർ ആയിരുന്നാലും, നീ എത്ര വലിയ പാട്ടുകാരനായിരുന്നാലും, നീ എത്ര വലിയ പ്രസംഗനായിരുന്നാലും, എത്ര വലിയ ദൈവവേലക്കാരനായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നീ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിന്റെ ആരാധന ചത്ത ആരാധനയാണെന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആത്മീയ ആരാധനയായി ജീവനും. രണ്ടാമത് നിന്റെ ജീവിതത്തിൽ വേണ്ടതാണ് വിശുദ്ധി വേണം. വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ ആരാധിക്കരുത്. അശുദ്ധിയോടുകൂടെ വന്ന് ആരാധിക്കേണ്ട ഒരു സ്ഥലമല്ല ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ദൈവം ആ ആരാധന കണക്കിടുന്നില്ല. ആദ്യം എൻ്റെ ജീവിതത്തിൽ അശുദ്ധികളുണ്ടെങ്കിൽ ഞാൻ ആ അശുദ്ധിയെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആരാധിക്കാവൂ. അല്ലാതെ ചുമ്മാ ഞാൻ കൈയടിച്ചിട്ടോ പാട്ടുപാടിയിട്ടോ കാര്യമില്ല. ജീവനും വിശുദ്ധിയും, അടുത്തെന്താ പറയുന്നത്? ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള യാഗം, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം. കയീനും ഹാബേലും യാഗം അർപ്പിച്ചു, എന്നാൽ കയീൻ്റെ യാഗത്തിൽ യഹോവ പ്രസാദിച്ചില്ല. ഹാബേലിൻ്റെ യാഗത്തിൽ യഹോവ പ്രസാദിച്ചു. അപ്പോൾ യഹോവയ്ക്ക് പ്രസാദകരമായ ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. അപ്പോൾ ആരാധനയിൽ എന്തൊക്കെ വേണം? അതിനകത്ത് ജീവൻ വേണം. ജീവൻ എന്ന് പറഞ്ഞാൽ കുറേ പാട്ടുകൾ സ്പീഡിൽ പാടുന്നതല്ല ജീവൻ, അല്ലെങ്കിൽ ഒന്ന് തുള്ളുന്നതല്ല, അല്ലെങ്കിൽ ഒന്ന് കൈയടിക്കുന്നതല്ല, കൈ ഉയർത്തുന്നതല്ല, ഒന്ന് ചാടുന്നത് മാത്രമല്ല. ജീവൻ അത് ആരാധിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ആ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. ദൈവം പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് അങ്ങനെ ജീവനുള്ളവരായിരിക്കണം. ചത്തവരാകരുത്. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം പോലെ നിർജീവരായിട്ടല്ല. ജീവനും പിന്നെ വിശുദ്ധി. നമ്മുടെ ആരാധനകളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുള്ള, കാരണം നമ്മൾ വിശുദ്ധിയിൽ വസിക്കുന്ന സാറാബുകൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന വിശുദ്ധനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ വിശുദ്ധി വളരെ പ്രധാനം. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവഹിതപ്രകാരമാണ് നമ്മൾ ആരാധിക്കേണ്ടത്.